Hi everyone, welcome to Disha Academy. അപ്പോൾ നമ്മുടെ NTPC നോട്ടിഫിക്കേഷൻ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണും. നമ്മൾ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഷോർട്ട് നോട്ടീസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 14-ാം തീയതി തന്നെ നമ്മൾ റിയൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് തന്നെ NTPC എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് NTPCയുടെ ക്ലാസ്സുകൾ തരുന്നുണ്ടായിരുന്നു അല്ലേ ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ. പക്ഷേ ഇനി മുതൽ നമ്മൾ NTPC എക്സ്പ്രസ് 2.0 എന്ന് പറയുന്ന ഒരു പുതിയ സീരീസിൽ കൂടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള GK ക്ലാസ് എന്ന ബയോളജി ക്ലാസ്സാണ് ഇവിടെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നിങ്ങൾക്കിനി NTPCയുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ സെഷനാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രീവിയസ് ഇയറിൽ NTPCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സ് നമുക്ക് നോക്കി പോവാം. വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മാത്സിൻ്റെ ക്ലാസ്സും അതുപോലെ റീസണിങ്ങിൻ്റെ ക്ലാസ്, കറണ്ട് അഫയേഴ്സ്, സ്ട്രാറ്റജിയുടെ ഒക്കെ ക്ലാസ്സുകൾ നമ്മൾ ഈ NTPC എക്സ്പ്രസ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അതൊക്കെ കണ്ടിട്ട് മാക്സിമം നല്ലോണം പഠിക്കുക, നല്ലോണം ഈ എക്സാം എഴുതാൻ നോക്കുക. ഇംഗ്ലീഷ് ഇല്ല, നമുക്കറിയാം NTPC എക്സാംസിന് ഇംഗ്ലീഷ് ഇല്ല. മാത്രമല്ല +2 അല്ലെങ്കിൽ ഡിഗ്രിയോ 2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എഴുതാൻ പറ്റുന്ന എക്സാമാണ്. നല്ല സാലറി സ്കെയിലും ഉള്ളൊരു എക്സാമാണ് NTPC എന്ന് പറയുന്നത്. അതുപോലെ കുറേ ആൾക്കാർ ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയറിങ്ങിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും NTPC കൺസിഡർ ചെയ്യാവുന്ന ഒരു എക്സാമാണ്. കാരണം ടയർ 1-ൽ രണ്ടിനും ഏകദേശം ഒരേ സിലബസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിപ്പറേഷൻ സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 2 എക്സാംസിനും വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ മെയിനായിട്ട് ഈ സീരീസ് കൊണ്ടുപോകുന്നത്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ ടയർ 1 എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്കറിയാം അവിടെ നിങ്ങൾക്കുള്ളത് എന്തുമാത്രമാണ്? നമ്മുടെ റീസണിങ്ങും GKയും അതുപോലെ തന്നെ നമ്മളുടെ കറണ്ട് അഫയേഴ്സ്, സ്റ്റാറ്റിക് GK, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ നമ്മൾക്ക് ഏതില്ല ടെക്നിക്കൽ പേപ്പർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് പേപ്പറാണ്, ടയർ 2-ൻ്റെ പേപ്പറാണ് ജൂനിയർ എഞ്ചിനീയറിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും NTPCയിലും ഒരേ പേപ്പേഴ്സ് വരുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടിൻ്റെയും പ്രിപ്പറേഷൻസ് സൈമിൾട്ടേനിയസ്ലി കൊണ്ടുപോകാം. ഒട്ടും മോശമുള്ളൊരു ജോലിയല്ല NTPC എന്ന് പറഞ്ഞാൽ. NTPC ഓഫർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് 50,000 പേ സ്കെയിൽ വരുന്ന ജോലികളാണ്. സ്റ്റാർട്ടിങ്ങിൽ മുതൽ തന്നെ വളരെ നല്ല പോസ്റ്റുകളാണ്. നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് പ്രാവശ്യം ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങൾ നല്ലോണം പഠിക്കുന്നുണ്ടെന്ന് അറിയാം. ഇതുവരെ പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി മുതലെങ്കിലും നല്ലോണം പഠിക്കുക. ഉറപ്പായിട്ടും ഇനിയിപ്പോൾ നമ്മുടെ ALP എക്സാം വരാനുണ്ട്. ജൂനിയർ എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷനാണ് ആദ്യം വന്നത്. അപ്പോൾ ആദ്യം മിക്കവാറും ആ എക്സാം ആയിരിക്കും നടക്കുന്നത്. അതിനുശേഷമായിരിക്കും NTPC വരാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു 4 to 5 months ടൈം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും പഠിച്ച് കര കയറാൻ പറ്റുന്ന സബ്ജക്റ്റുകളെ നമ്മുടെ കയ്യിലുള്ളൂ. ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വേണമെന്ന് വിചാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇവിടെ ഒരു ജോലി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ബയോളജിയിലെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓരോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള JEക്കും അതുപോലെ തന്നെ NTPCക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സ് നമുക്കിവിടെ നിന്ന് ഡിസ്കസ് ചെയ്ത് പോകാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് പാർട്ട് ഓഫ് സീഡ്സ് ഫോം റൂട്ട് ഓൺ ജെർമിനേഷൻ? അല്ലേ, ജെർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുളയ്ക്കുന്ന സമയം അല്ലേ, വിത്ത് മുളയ്ക്കുന്നതിനെയാണ് നമ്മൾ സീഡ് ജെർമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീഡിൻ്റെ ഏത് പാർട്ടാണ് ജെർമിനേഷൻ്റെ സമയത്ത് റൂട്ടായിട്ട് മാറുന്നത് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വിത്തുകളല്ലേ, വിത്തുകൾ. സീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വിത്താണല്ലേ. അപ്പം ഏകദേശം ഒരു വിത്ത് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ വിത്ത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മുടെ പയറൊക്കെ കുതിർത്ത് കഴിക്കാറില്ലേ, അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതിൽ നിന്നൊരു മുള പൊട്ടി പുറത്തോട്ട് വരുമല്ലോ. ഈ മുളയെ നമ്മൾ പറയുന്ന പേരാണ് റാഡിക്കിൾ. അതിനുശേഷം കുറച്ച് കാലം കഴിയുമ്പോൾ ഇവിടെ നിന്ന് എന്ത് വരും? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ഇല ഇങ്ങനെ വരും അല്ലേ. കുറച്ച് നാൾ കഴിയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഇല വരും. ഇത് പിന്നെ ഇങ്ങനെ വളർന്ന് പോയി നമ്മളുടെ ചെടിയായിട്ട് മാറും. ഈ മുകൾ ഭാഗത്തിന് രണ്ടാമത് വരുന്ന പോർഷന് പറയുന്ന പേരാണ് പ്ലൂമ്യൂൾ.
അല്ലേ? അപ്പോൾ ഒരു സീഡ് ആദ്യം അവിടെ നിന്ന് എന്ത് വരും, നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ട് ഇതൊന്ന് മുളപ്പിച്ച് കഴിഞ്ഞാൽ, അതായത് മണ്ണിൽ നട്ട് മുളപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൽ നിന്ന് പുറത്ത് വരുന്ന ആ ഒരു മുളയ്ക്ക് പറയുന്ന പേരാണ് റാഡിക്കിൾ. അതിനുശേഷം അതിൻ്റെ തണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വളർന്നു വരികയും അതിൽ നിന്ന് ഇലകളൊക്കെ ഉണ്ടാവും, നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെ അത് താഴെ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പയർ മുളപ്പിക്കുമ്പോഴൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കാണാൻ പറ്റുന്ന. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് എന്താണ്? പ്ലൂമ്യൂൾ. അപ്പം കുറച്ചു കാലം കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാഡിക്കിൾ എൻ്റയർ റൂട്ട് സിസ്റ്റമായിട്ട് മാറും. റാഡിക്കിൾ എന്തായിട്ട് മാറും? റൂട്ട് സിസ്റ്റമായിട്ട് മാറും. പ്ലൂമ്യൂൾ എന്തായിട്ട് മാറും? പ്ലൂമ്യൂൾ ഷൂട്ട് സിസ്റ്റമായിട്ട് മാറും. അല്ലേ? റാഡിക്കിൾ എന്തായിട്ട് മാറി? റൂട്ട് സിസ്റ്റമായിട്ട് മാറി. അതുപോലെ പ്ലൂമ്യൂൾ എന്തായിട്ട് മാറി? ഷൂട്ട് സിസ്റ്റമായിട്ട് മാറി. അപ്പോൾ നമുക്കറിയാം, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന സമയത്ത് റാഡിക്കിളാണ് എന്തായിട്ട് മാറുന്നത്? റൂട്ടായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ റൂട്ട് സിസ്റ്റമായിട്ട് മാറുന്നത്. പ്ലൂമ്യൂളാണ് എന്തായിട്ട് മാറുന്നത്? ഷൂട്ട് സിസ്റ്റം. അല്ലേ? മണ്ണിന് പുറത്തുള്ള ഇലയും തണ്ടും ഒക്കെ ചേർന്ന് ആ മണ്ണിന് പുറത്തുള്ള ഭാഗമായിട്ട് മാറുന്നത് എന്താണ്? പ്ലൂമ്യൂളാണ്. ഇത് രണ്ടും പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ NTPC എക്സാംസിനായിക്കോട്ടെ, JE എക്സാമിനായിക്കോട്ടെ, SSC എക്സാംസിനായിക്കോട്ടെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണിത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത് കോട്ടിലിഡൻ എന്ന് പറയുന്നൊരു ടേം കൂടെ നിങ്ങളിവിടെ കാണുന്നില്ലേ? ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ഈ കോട്ടിലിഡൻ എന്താണെന്നും ചോദിച്ച് വരാറുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് നമ്മുടെ കടല, പയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് വെള്ളത്തിട്ടൊന്ന് കുതിർത്ത് കഴിഞ്ഞാലോ വേവിച്ച് കഴിഞ്ഞാലോ ഒക്കെ നമുക്കിതാ ഇതിൻ്റെ 2 പോർഷനായിട്ട് തുറന്നെടുക്കാൻ പറ്റത്തില്ലേ? അതായത് ഇവർ ബേസിക്കലി ഇതാ ഇങ്ങനെയായിരിക്കും, നടുക്കുന്നൊരു കട്ട് പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ കട്ടിൻ്റെ ഭാഗത്ത് നമുക്ക് പൊളിച്ചിങ്ങനെ ഓപ്പൺ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ 2 ഈക്വൽ പാർട്ടായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെ ഈ പോർഷന് പറയുന്ന പേരാണ് കോട്ടിലിഡൻ. കോട്ടിലിഡൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, 2 കോട്ടിലിഡൻ ഉണ്ട് അല്ലേ? ഇവിടെ ഒരു കോട്ടിലിഡൻ ഉണ്ട്, ഇപ്പുറത്തൊരു കോട്ടിലിഡൻ ഉണ്ട്. അങ്ങനെ 2 കോട്ടിലിഡൻ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡൈകോട്ടിലിഡൻ എന്ന് പറയും. ഡൈകോട്ടിലിഡൻ. ഇനി നമ്മുടെ അരി, നെല്ല് വേവിച്ച് കഴിഞ്ഞാൽ വെന്ത് കഴിയുമ്പോൾ ഇതിനെ 2ആയിട്ട് പൊളിഞ്ഞു വരുമോ? വരത്തില്ലല്ലോ, ഒരു സിംഗിൾ പീസായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിന് ഒരേ ഒരു കോട്ടിലിടനേ ഉള്ളൂ. അങ്ങനെ ഒരേ ഒരു കോട്ടിലിടനാണ് ഉള്ളതെങ്കിൽ നമ്മളതിന് എന്ത് പറയും? നമ്മളതിന് പറയും ഒന്ന്, അല്ലേ? ഒന്നിനെ കാണിക്കുന്നത് മോണോ കോട്ടിലിടണം എന്ന് പറയും. എന്ത് പറയും? മോണോ കോട്ടിലിടണം എന്ന് പറയും, അല്ലേ? അപ്പോൾ 2 കോട്ടിലിടൻ ഒരു ചെടിക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡൈകോട്ടിലിടണം എന്ന് പറയും. ഇനി ഒരേ ഒരു കോട്ടിലിടൻ ഒരു ചെടിക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിനെ മോണോ കോട്ടിലിടണം എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിങ്ങനെ തുറന്നിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കാണാം. ഞാൻ വേറൊരു കളർ കൊണ്ട് മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇതിൻ്റെ താഴോട്ട് വരുന്ന ഭാഗം, ഈ കോട്ടിലിഡൻ്റെ താഴോട്ട് വരുന്ന ഭാഗമായിരിക്കും എന്ത്? റാഡിക്കിൾ എന്ന് പറയുന്നത്. കോട്ടിലിഡൻ്റെ മുകളിൽ വരുന്ന ഭാഗമായിരിക്കും എന്തെന്ന് പറയുന്നത്? പ്ലൂമ്യൂൾ എന്ന് പറയുന്നത്. റെയിൽവേ എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം സയൻസിൽ നിന്ന് നിങ്ങൾക്കറിയാം വെയിറ്റേജ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, വളരെ ആഴത്തിലുള്ള കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിക്കും. നമ്മൾ ജസ്റ്റ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല? ഈ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ കണക്ട് ചെയ്ത് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് NTPC എക്സാംസിനും JE എക്സാംസിനും സയൻസിൽ നിന്ന് ചോദിക്കും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നല്ല രീതിയിലൊന്ന് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. ഇപ്പം ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ പഠിക്കണം എക്സാമിന്. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം അവിടെയൊക്കെ വളരെ വാസ്റ്റ് അല്ലേ കാര്യങ്ങൾ, അല്ലേ? അപ്പം ഒരാൾ പഠിച്ചു, അയാൾ ഏത് യുദ്ധത്തിൽ പങ്കെടുത്തെന്ന് പഠിച്ചു, അയാളുടെ കുതിരയുടെ പേര് പഠിച്ചു, വാളിൻ്റെ പേര് പഠിച്ചു, കുറേ വർഷം പഠിച്ചു. ഇതങ്ങനെ ഒന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്ത് കുറച്ച് പുതിയ ടേംസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ സയൻസ് നമുക്ക് ഭയങ്കര എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് സയൻസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പം ഇത്രയും പഠിച്ചില്ലേ? പ്ലൂമ്യൂൾ എന്തായിട്ട് മാറും? ഷൂട്ട് സിസ്റ്റമായിട്ട് മാറും. റാഡിക്കിൾ എന്തായിട്ട് മാറും? റൂട്ട് സിസ്റ്റമായിട്ട് മാറും. കോട്ടിലിഡൻ എന്താണെന്ന് പഠിച്ചു. ഒരു ബോണസ് പോയിന്റും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മുടെ ഒരു സീഡ് ഡൈക്കോട്ട് സീഡാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡൈക്കോട്ട് സീഡിൽ നിന്നുണ്ടാകുന്ന പ്ലാന്റുകളെ നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്നാണ് വിളിക്കുക കേട്ടോ. ഡൈക്കോട്ട് സീഡിൽ നിന്നുണ്ടാകുന്ന പ്ലാന്റുകളെ നമ്മൾ ഡൈക്കോട്ട് പ്ലാന്റ്സ് എന്ന് വിളിക്കും.
അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീഫ് എന്ന് പറയുന്നത് റെക്റ്റിക്കുലേറ്റ് വീനേഷനുള്ള ലീഫുകളായിരിക്കും. ഒരു ഡൈക്കോട്ട് പ്ലാന്റിൻ്റെ ലീഫ് എപ്പോഴും എന്തായിരിക്കും? റെക്റ്റിക്കുലേറ്റ് വീനേഷനുള്ള ലീഫായിരിക്കും. അതായത് ഇപ്പോൾ ലീഫ് ഇതാ ഇങ്ങനെ ഇരിക്കുമല്ലോ, ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഈ ലീഫിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്തിട്ടുണ്ടായിരിക്കും. വെയിൻസ് ഒക്കെ കൂടിയിട്ട് നെറ്റ്വർക്ക് പോലെ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളതിന് എന്ത് പറയും? റെക്റ്റിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. അപ്പോൾ റെക്റ്റിക്കുലേറ്റ് വീനേഷനുള്ള ലീവ്സ് ആയിരിക്കും എപ്പോഴും ഡൈക്കോട്ട് പ്ലാന്റ്സിന് ഉണ്ടാവുക. ഇനി മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ അവർക്കുണ്ടാവുക പാരലൽ വീനേഷനുള്ള ലീഫായിരിക്കും. പാരലൽ വീനേഷൻ നമ്മുടെ പുല്ലൊക്കെ പോലെ, അതായത് നടുക്കൂടി ഇങ്ങനെ ഒരാൾ കാണും, ഇതിന് പാരലായിട്ടായിരിക്കും ബാക്കി ഇങ്ങനെ വെയിൻസ് പോയിട്ടുണ്ടാവുക. ഇതിന് നമ്മൾ എന്ത് പറയും? പാരലൽ വീനേഷൻ എന്ന് പറയും. പാരലൽ വീനേഷനുള്ള ലീഫായിരിക്കും എപ്പോഴും മോണോകോട്ട് ചെടികൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഡൈക്കോട്ട് ചെടികൾക്ക് ഉണ്ടാവുക റെക്റ്റിക്കുലേറ്റ് വീനേഷനുള്ള ലീഫുകളായിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഈ പോർഷനിൽ നിന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. Ginger, a rhizome used as cooking and flavoring agent, is an underground stem, underground root, aerial stem, aerial root. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് എന്താണ്? നമ്മൾ കുക്കിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന ജിഞ്ചർ എന്ന് വെച്ചാൽ എന്താ? ഇഞ്ചി ഈ തന്നിട്ടുള്ളതിൽ ഏതാണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെം ആണോ, അണ്ടർഗ്രൗണ്ട് റൂട്ടാണോ, അല്ല ഏരിയൽ സ്റ്റെം ആണോ, ഏരിയൽ റൂട്ടാണോ? അപ്പോൾ ഏരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് പുറത്തോട്ടുള്ളത്, മണ്ണിൻ്റെ ലെവലിന് പുറത്തോട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഏരിയൽ എന്ന് പറയാം. അപ്പോൾ ഇഞ്ചി എന്തായാലും മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും നമുക്കത് ഏരിയൽ റൂട്ടുമല്ല ഏരിയൽ സ്റ്റെമ്മും അല്ല, അല്ലേ? ഏരിയൽ റൂട്ടും അല്ല ഏരിയൽ സ്റ്റെമ്മും അല്ല. കാരണം ഇഞ്ചി ഉണ്ടാകുന്നത് മണ്ണിൻ്റെ അടിയിലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഉള്ളത് അണ്ടർഗ്രൗണ്ട് റൂട്ടും അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മും. അപ്പോൾ ഇഞ്ചി റൂട്ടാണോ, വേരാണോ, സ്റ്റെമ്മാണോ എന്നുള്ളതാണ് നമ്മുടെ ബേസിക് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഇഞ്ചി എന്താണ്? അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. ഇഞ്ചി ഒരു അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അതിനുള്ള കുറേ കാരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റെമ്മിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്, അതുപോലെ റൂട്ടിൻ്റെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പോൾ റൂട്ടാണെങ്കിൽ അതിന് അപ്പിക്കൽ മെരിസ്റ്റം ഉണ്ടായിരിക്കും, സ്റ്റെമ്മാണെങ്കിൽ അതിന് നോഡും ഇൻ്റർനോഡുകളും കാണും, സ്റ്റെമ്മിലാണെങ്കിൽ ലീഫ് കാണും, അല്ലെങ്കിൽ സ്കെയിലി ലീഫുകൾ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ലൈക്ക് ഒരുപാട് ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ദിശ ലേണിംഗ് ആപ്പ് ഉണ്ടല്ലോ, പുതിയ ദിശയുടെ ആപ്പ്, ആ ആപ്പിനകത്ത് ഇതേ സെഷനിൽ, അതായത് മോർഫോളജിയുടെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ക്ലാസ് നമ്മൾ പോകുന്നുണ്ട്, ഫ്രീ ക്ലാസ് ആയിട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വരുന്ന സമയത്ത് നമ്മൾ നോട്ടിഫൈ ചെയ്യും, എന്തായാലും ഞാൻ നോട്ടിഫൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസ് ഒന്ന് കയറിയിട്ട് കണ്ടു നോക്കുക. അത് കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ലൈവ് ക്ലാസ് ആയിരിക്കും. അങ്ങനെ ലൈവ് ക്ലാസ് മിക്കവാറും ഉറപ്പായിട്ടും അതൊരു ലൈവ് സെഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബ് ആയതുകൊണ്ട് എനിക്ക് ടൈമിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പക്ഷേ എക്സാമിന് നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യം ഞാനിവിടെ ഉറപ്പായിട്ടും പറയും. മറ്റേതും ഫ്രീ ക്ലാസ് ആണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കയറി കാണാം. ഓക്കെ, അപ്പം ഇവിടെ സ്റ്റെമ്മ് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണോ ഇല്ല റൂട്ടാണോ നമ്മൾ ചോദിക്കുക. അപ്പം ഇതെന്താണ്? ഇത് അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. അപ്പം ഇങ്ങനെ ഈ ജിഞ്ചർ പോലെയുള്ള കാര്യങ്ങളെ നമ്മൾ പറയുന്നത് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്നാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ എന്താണ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ? അണ്ടർഗ്രൗണ്ടിലുള്ള സ്റ്റെമ്മിന് മോഡിഫിക്കേഷൻ വരുന്നു. പല കാരണങ്ങൾക്ക് വേണ്ടിയാവാം. ഒന്നുകിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടിയിട്ട്, ഇപ്പോൾ ഇഞ്ചിയിൽ നിന്ന് തന്നെ പുതിയ മുളകൾ വന്ന് പുതിയ ഇഞ്ചി ഉണ്ടാവാറുണ്ടല്ലേ. അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജ്, ഇഞ്ചി ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്, അതുകൊണ്ടാണ് നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ. അപ്പോൾ ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അത് എന്താ പറയുക, അതിൻ്റെ ഹാർഷ് ഹാബിറ്റേറ്റ്സിന്, അതിന് നമ്മൾ ക്ലൈമറ്റൊക്കെ മോശമാണെങ്കിൽ ആ സമയത്ത് ഇപ്പോൾ ഇലയൊക്കെ വാടിപ്പോയില്ല, അടിയിൽ ഇഞ്ചി കാണും. അത് മഴ പെയ്ത് കഴിയുമ്പോൾ രണ്ടാമത് മുളച്ച് വരും. അപ്പോൾ ഹാർഷ് ക്ലൈമറ്റിനെയൊക്കെ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനോ, ഇനി അതല്ല എന്താ പറയുക, ഈ പറഞ്ഞ പോലെ റീപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. ആ ടൈപ്പുകൾ ഞാനൊന്ന് പറഞ്ഞു പോവാം. അപ്പം ഈ ജിഞ്ചറിന് പറയുന്നത് നമ്മൾ റൈസോം എന്നാണ്. അതായത് ഇത് മണ്ണിൻ്റെ അടിയിൽ വെർട്ടിക്കലായിട്ട് വളരും. വെർട്ടിക്കലായിട്ടല്ലോ, ഹൊറിസോണ്ടലായിട്ടല്ലേ വളരെ, ഹൊറിസോണ്ടലായിട്ട് വളരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
നമ്മുടെ റൈസോം എന്ന് പറയുന്നത്. ഹൊറിസോണ്ടലി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും, ഇങ്ങനെ നീളത്തിന്. അപ്പോൾ ഇതാണ് മണ്ണെന്ന് വിചാരിച്ചോ. മണ്ണിൻ്റെ ലെവലിൽ ഇങ്ങനെ ചെടിയുണ്ട്. ചെടിയിൽ ഇഞ്ചി എങ്ങനെയാണ് ഉണ്ടാവുക? അതായത് ഇഞ്ചി ഇങ്ങനെയല്ലേ നമ്മൾ പറിച്ചെടുക്കുന്നത്, ഇങ്ങനെ താഴോട്ടല്ലല്ലോ, ഇങ്ങനെയല്ലേ ഇഞ്ചി വളരുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ്, ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈസോം എന്ന് പറയുന്നത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോം. അപ്പോൾ റൈസോമിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും, ജിഞ്ചർ തന്നെയായിരിക്കും. കോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കലി വളരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. എക്സാമ്പിൾ കൊളക്കേഷ്യ വരും. കൊളക്കേഷ്യ നമ്മുടെ ചേനയും ചേമ്പും ഒക്കെ ഈ വിഭാഗത്തിൽ വരും, താഴോട്ട് വളരുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെം. അതിന് പറയുന്ന പേരാണ് കോം. ക്ലാസിക് എക്സാമ്പിൾ കൊളക്കേഷ്യ. ഇനി അടുത്തൊരാളുണ്ട്, അയാളുടെ പേരാണ് ബൾബ്. ബൾബിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവ്സ് ഫ്ലഷി ലീഫായിട്ട് മാറും. ലീവ്സ് എന്തായിട്ട് മാറും, ഫ്ലഷി ലീഫായിട്ട് മാറും. സ്റ്റെം എന്തായിട്ട് മാറും, സ്റ്റെം ഡിസ്ക് ഷേപ്പിലേക്ക് മാറും. ലീഫ് ഫ്ലഷി ലീഫായിട്ട് മാറും, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഡിസ്ക് ഷേപ്പിലേക്ക് മാറും. ഇപ്പോൾ ഇത് കാണാൻ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഡിസ്ക് ഷേപ്പ് ഇങ്ങനെ ഒരു കുഞ്ഞു ഷേപ്പിലേക്ക് സ്റ്റെമ്മ് മാറും. സ്റ്റെമ്മിൻ്റെ അടിയിൽ നിന്ന് എപ്പോഴും എന്ത് വരും, റൂട്ട്സ് വരും. ഇപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞു റൂട്ട്സ് കാണാൻ പറ്റും. ലീഫ് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടി കൂടി ഫ്ലഷി ലീഫുകളായിട്ട് മാറും അല്ലേ. എന്താ ഇത്, ഇങ്ങനെ ഈ ഒരു ഷേപ്പിലൊക്കെ ഏകദേശം ഇരിക്കുന്ന സാധനത്തിന് നമ്മൾ പറയുന്ന പേരെന്താണ്, ഒനിയൻ അല്ലേ, ഉള്ളി. അതുപോലെ തന്നെ ഗാർലിക്. ഒനിയനും ഗാർലിക്കും ഒക്കെ ഇതിൻ്റെ, വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഈ ബൾബ് എന്ന് പറയുന്ന ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ്റെ, അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, റൈസോം പറഞ്ഞു, ഹൊറിസോണ്ടലി ഗ്രോ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ്. വെർട്ടിക്കലി ഗ്രോ ചെയ്യുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണെങ്കിൽ നമ്മൾ കോം എന്ന് പറയും. ഇനി അതല്ല, അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഒരു കുഞ്ഞു ഡിസ്കിൻ്റെ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാൾ എന്ത് വിളിക്കും, ബൾബ് എന്ന് വിളിക്കും. ഇനി ഇതൊന്നുമല്ലാതെ ഒരാളുണ്ട്, അയാളുടെ പേരാണ് ട്യൂബർ. അപ്പോൾ ട്യൂബറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിനെ ഡിവൈഡ് ചെയ്ത് പല പോർഷൻസ് ആയിട്ട് പോകും. എന്നിട്ട് ഓരോ ആളുടെയും തുമ്പിലിങ്ങനെ സ്വള്ളനായിട്ടുള്ള ഫുഡ് സ്റ്റോറേജ് വരും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരല്ല, അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് ഓരോ ആൾക്കാർക്കും എന്ത് സംഭവിക്കും, ഫുഡ് സ്റ്റോറേജ് അതിൻ്റെ എൻഡിൽ വരും. ആരെപ്പോലെയാണ് കാണാൻ, നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെയല്ലേ, പൊട്ടറ്റോ ഒക്കെ ഉണ്ടാകുന്ന ഇങ്ങനെ ഒരു പൊട്ടറ്റോ ആണ് ക്ലാസിക് എക്സാമ്പിൾ. ഈ ടൈപ്പ് ഓഫ് മോഡിഫിക്കേഷൻ പറയുന്ന പേരാണ് ട്യൂബർ. അപ്പോൾ നമ്മൾ 4 അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻസ് പഠിച്ചു. ഏതൊക്കെയാണ്, റൈസോം, കോം, ട്യൂബർ, അതുപോലെ തന്നെ ആരായിരുന്നു, ബൾബ്. ഓക്കെ, അപ്പോൾ ഈ 4 ക്ലിയർ ആയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഡാഷ് ഈസ് എ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ ഓഫ് ദ ഫ്ലവർ. താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് ഫ്ലവറിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പെറ്റൽസ്, സ്റ്റേമൻസ്, കാലിക്സ്, പിസ്റ്റിൽ. പെറ്റൽസ്, സ്റ്റേമൻസ്, കാലിക്സ്, പിസ്റ്റിൽ. ഈ 4 കാര്യങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലേതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം? ഇത് എല്ലാം തന്നെ പലപ്പോഴായിട്ട് മാറി മാറി ചോദിക്കുന്നതായതുകൊണ്ട് നമുക്ക് എല്ലാം തന്നെ നോക്കിപ്പോവാം. ആദ്യം പെറ്റൽസ്. പെറ്റൽസ് എന്ന് വെച്ചാൽ എന്താണ്, ഇതളല്ലേ, പൂക്കളുടെ ഇതളിന് നമ്മൾ പറയുന്ന പേരാണ് എന്താ, പെറ്റൽസ്. പെറ്റൽസിൻ്റെ ഫങ്ഷൻ എന്താടാ, പെറ്റൽസിന് അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനൊന്നുമില്ല. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയാണ്, ഇവർക്ക് നല്ല മണവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പോളിനേറ്റേഴ്സിനെ അട്രാക്റ്റ് ചെയ്യാമെന്നുള്ള ജോലിയാണ് ആർക്കുള്ളത്, നമ്മളുടെ പെറ്റൽസിനുള്ളത്. ഇതളിൻ്റെ ഭംഗി കണ്ടിട്ട്, ആ കളറ് കണ്ടിട്ട്, അതിൻ്റെ മണം കൊണ്ടൊക്കെയാണ് നമ്മുടെ വണ്ടും ബട്ടർഫ്ലൈയും ഒക്കെ പൂക്കളുടെ അടുത്തേക്ക് വരിക. അപ്പോൾ പോളിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ ഒന്ന് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, മറ്റ് ജീവികളെ പൂക്കളുടെ അടുത്തേക്ക്, ചെടിയുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്, നമ്മുടെ പെറ്റൽസ് ഉള്ളത്. അടുത്ത ആളാണ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് ആണ് ചെടികളുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ എന്ന് പറയുന്നത് സ്റ്റേമൻസ് ആണ്. അപ്പോൾ സ്റ്റേമൻസ് കാണാൻ, സ്റ്റേമൻസിന് ബേസിക്കലി 2 പോർഷനുണ്ട്. സ്റ്റേമൻ കാണാൻ എന്താ ഇങ്ങനെയായിരിക്കുക, അതായത് നമ്മുടെ ഇപ്പം ചെമ്പരത്തിപ്പൂ, ഇതൊരു ചെമ്പരത്തിപ്പൂവാണ് നിങ്ങൾ വിചാരിച്ചോ. ഓക്കെ, ഇതിനകത്ത് ഈ പോർഷനിലായിട്ട് ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ വര പോലെ കാണത്തില്ലേ,
ഇതിലെ ഒരാളെയാണ് ഈ പോർഷനിലെ ഒരാളെയാണ് ഞാൻ വലുതായിട്ട് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇയാളെ പറയുന്ന പേരാണ് സ്റ്റേമൻസ്. സ്റ്റേമൻസ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഇതിന് 2 പോർഷനുണ്ട്. ഈ താഴത്തെ വള്ളിക്ക് പറയുന്ന പേരാണ് ഫിലമെൻറ്റ്. മുകളിലത്തെ ഉരുട്ട ഭാഗത്തിന് പറയുന്ന പേരാണ് ആന്തർ. അല്ലേ, വള്ളിക്ക് എന്ത് പറയും? ഫിലമെൻ്റ് എന്ന് പറയും. ആ ഉരുണ്ട ഭാഗത്തിന് ആന്തർ എന്ന് പറയും. ആന്തറിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. അതായത് ആന്തറിനകത്താണ് ആരുള്ളത്? പൂമ്പൊടി ഉള്ളത്. അത്രയും ഓർത്ത് വയ്ക്കുക. ഇതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൺ. അടുത്തത് കാലിക്സ് ആണ്. കാലിക്സിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് അത് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ബഡ് സ്റ്റേജ് കേട്ടോ, അതായത് മൊട്ടായിട്ടിരിക്കുമ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളെ പറയുന്ന പേരാണ് എന്ത്? കാലിക്സ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് കാലിക്സ്? കാലിക്സ് എന്താണ്? നമ്മുടെ ഒരു പൂ മൊട്ടായിട്ടിരിക്കുന്ന സമയത്ത് അതിനെ കവർ ചെയ്തിട്ടൊരു പച്ച കളറ്, ഒരു പൂ പോലെ തന്നെ ഒരാളിങ്ങനെ പച്ച കളർ ഒരു സാധനം മൊട്ടിനെ കവർ ചെയ്തിരിക്കില്ലേ, അതിന് പറയുന്ന പേരാണ് കാലിക്സ്. ഈ ചെടി പൂവ് വിരിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ ഇത് കുഞ്ഞായിട്ട് ഇങ്ങനെ ഏതാട് പോലെ വിരിഞ്ഞ് കാണും അല്ലേ, അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കാലിക്സ്. ആ ഗ്രീൻ കളറ് പൂവിൻ്റെ മിനിയേച്ചർ പോലെ ഇല പോലെ അടിയിലിരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നത്? കാലിക്സ് എന്ന് പറയുന്നത്. ഈ കാലിക്സ് നമുക്കറിയാം ഇങ്ങനെ കുഞ്ഞു പൂ പോലെ ഇരിക്കും. ഇതിൻ്റെ പുറത്തായിരിക്കും ആക്ച്വൽ പൂവുള്ളത്. അപ്പോൾ ഈ കുഞ്ഞു പൂ പോലെ ഇരിക്കുമ്പോൾ അതിന് എതളുകൾ ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേരാണ് സെപ്പൽസ്. സെപ്പിൾസ് എന്ന് പറയും, സെപ്പൽസ് എന്ന് പറയും. പെറ്റൽസുമുണ്ട്, സെപ്പൽസുമുണ്ട്. അടുത്തത് പിസ്റ്റില്. പിസ്റ്റിൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പിസ്റ്റിൽ എന്ന് പറയുന്നതാണ് എന്ത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഇതിന് 3 പാർട്ട്. മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്റ്റേമൻ ആയിരുന്നു. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പിസ്റ്റില്. പിസ്റ്റിലിന് മറ്റൊരു പേരുണ്ട്, ആ പേരാണ് കാർപ്പൽ. പിസ്റ്റിലിൻ്റെ മറ്റൊരു പേരാണ് കാർപ്പൽ. അപ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ് പിസ്റ്റിൽ എന്ന് പറഞ്ഞാലും കാർപ്പൽ എന്ന് പറഞ്ഞാലും ആൻസർ കറക്റ്റാണ്. ഇതിന് 3 പോർഷൻസ് ഉണ്ട്. ആദ്യത്തേതാണ് സ്റ്റിഗ്മ, രണ്ടാമത്തേതാണ് സ്റ്റൈൽ, മൂന്നാമത്തേതാണ് ഓവറി കേട്ടോ. സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി എന്ന് പറയുന്ന 3 പോർഷൻസ് ഉണ്ട് എന്തിന്? ഈ പൂവിന്. ഓക്കെ, അടുത്തത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് എന്താണ്? പെസ്റ്റിലാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്: A small bead-like structure inside the ovary of flowers is called. ഫ്ലവറിൻ്റെ ഓവറിയിൽ കാണുന്ന കുഞ്ഞ് ബീഡ്-ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരെന്താണ്? അല്ല, ഒരു പൂവിൻ്റെ ഓവറിയിൽ, ഒരു പൂവിൻ്റെ ഓവറി എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ചെറുതിനെ ചെയ്തതാണ്, ചെമ്പരത്തി പൂവിൻ്റെ അകത്തുള്ള ആ വെള്ള സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ നടുക്കത്തെ സാധനത്തിൻ്റെ ചുവപ്പ് പൊളിച്ച് കഴിഞ്ഞാൽ ഒരു വെള്ള സാധനവും അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു വെളുത്ത കളറ്, ഒരു ഇളം മഞ്ഞ കളർ, ഒരു ഉണ്ട പോലെ കാണും. ഇതാണ് സ്റ്റിഗ്മ. ആ പൂമ്പൊടി വന്ന് പതിക്കുന്ന സ്ഥലമാണ് സ്റ്റിഗ്മ. ഈ വള്ളിയാണ് സ്റ്റൈൽ. താഴെയുള്ള ഉരുണ്ട ഭാഗമാണ് ഓവറി. ഇത് മൊത്തം ചേരുമ്പോഴാണ് നമ്മളതിനെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കുന്നത്. ഈ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും കൂടെ ഒന്നിച്ചു ചേർന്നാലാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അതിനെ പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും ഒന്നിച്ചു ചേർന്ന് നമ്മൾ എന്ത് വിളിക്കും? പിസ്റ്റിൽ അല്ലെങ്കിൽ കാർപ്പൽ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്തായിരുന്നു? ഈ ഓവറിക്ക് അകത്തുള്ള കുഞ്ഞു കുഞ്ഞു ഈ ഓവറി നമ്മൾ പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ തരിതരിതരിപ്പ് പോലെ ഇങ്ങനെ കുറേ സാധനങ്ങൾ കാണാൻ പറ്റും. നമ്മളിതിനെ കയ്യിൽ വെച്ചൊന്ന് തിരുമുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഉണ്ടയായിട്ട് പറ്റിയിരിക്കും. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഓവ്യൂൾ. ഓവ്യൂൾ. അപ്പോൾ ഈ ഓവ്യൂൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിനേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓവറി ആരായിട്ട് മാറും? ഓവറി ഫ്രൂട്ടായിട്ട് മാറും. ഓവ്യൂൾ ആരായിട്ട് മാറും? സീഡായിട്ട് മാറും. ഇതും എപ്പോഴും ചോദിക്കുന്ന കേട്ടോ. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ആരായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ഓവ്യൂൾ ആരായിട്ട് മാറും? സീഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിൽ പോകുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ റെയിൽവേയുടെ പുതിയ കോഴ്സ് നമ്മളൊരു 2 മാസം മുന്നേ NTPC ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് ഒരു കോഴ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ആ കോഴ്സ് നമ്മുടെ പുതിയ ദിശ ലേണിംഗ് ആപ്പിൽ നമ്മൾ
ലോഞ്ച് ചെയ്യുവാണ് ഉടനെ. നെക്സ്റ്റ് വീക്ക് തന്നെ ഉണ്ടാവും. ഡേറ്റൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ അനൗൺസ് ചെയ്യും. എന്തായാലും നെക്സ്റ്റ് വീക്ക് തന്നെ മൺഡേയോ ട്യൂസ്ഡേ ആയിട്ട് നമ്മൾ പുതിയ കോഴ്സ് ലോഞ്ച് ചെയ്യും. അപ്പം നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കുക കേട്ടോ. നമ്മുടെ ടെലികോളേഴ്സ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പിൾ iOS വർക്ക് ചെയ്യുന്ന പോലെയാണ് നമ്മുടെ പുതിയ ആപ്പ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ടും ഒക്കെ കിട്ടും. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ നമ്പറിലോട്ടൊന്ന് വിളിച്ച് നോക്കുക. 3 മാസം 6 മാസം അതുപോലെ തന്നെ 1 വർഷം വാലിഡിറ്റി, ഡിഫറെൻറ്റ് വാലിഡിറ്റി ഉള്ള കോഴ്സുകൾ NTPCക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ PTOL ഈസ് എ പാർട്ട് ഓഫ് ആൻ ബേർഡ്, ഹ്യൂമൻ ബീങ്, ട്രീ, അനിമൽ. PTOL എന്ന് പറയുന്നത് താഴെ തന്നിട്ടുള്ളതിൽ ആരുടെ പാർട്ടാണ് PTOL? അപ്പോൾ നിങ്ങൾ അതിൻ്റെ ആൻസർ അറിയണമെങ്കിൽ നിങ്ങൾ PTOL എന്താണെന്ന് അറിയണം. PTOL എന്താണെന്ന് അറിയണം. PTOL എന്താണ്? PTOL എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരം അല്ലെങ്കിൽ ഒരു കമ്പ്. ഈ കമ്പിൽ ഇങ്ങനൊരു പോർഷൻ കാണും. ഇതിൽ നിന്ന് ഒരില വരും അല്ലേ? അപ്പോൾ ഈ സ്റ്റെമ്മിനെയും ഇലയും തമ്മിൽ ജോയിൻ ചെയ്ത് നടുക്കുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് PTOL. ഇപ്പോൾ ഇത് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ മോർഫോളജി ആയതുകൊണ്ട് ഉറപ്പായിട്ടും ഇത് ട്രീയുടെ പാർട്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. പക്ഷേ എക്സാമിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം ഇതാണ് PTOL. ഈ പോർഷൻ നമ്മൾ പറയുന്ന പേരാണ് ലീഫ് ബ്ലേഡ്. നടുക്കുന്ന കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ട് കാണുന്ന പ്രൊമിനൻ്റ് വെയിൻ അറ്റ് ദ സെൻറ്റർ ഓഫ് എ ലീഫ് ഈസ് കോൾഡ് ആസ് മിഡ് റിബ് കേട്ടോ. പിന്നെ ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് നോഡ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ പോർഷൻസ് ആണ് കേട്ടോ. ഇത് മാത്രമല്ല നമ്മൾ എല്ലാം പഠിക്കണം. മോർഫോളജി മാത്രമല്ല ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം ഏറ്റവും ഡീപ്പായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡിഗ്രി ലെവലൊന്നും ചോദിക്കത്തില്ല പൊതുവിൽ. ഈവൻ ഡിഗ്രി ലെവൽ എക്സാംസ് ആണെങ്കിൽ പോലും ഞാനങ്ങനെ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. പക്ഷേ +1 +2 NCERT ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ക്ലിയർ ആയിട്ട് കവർ ചെയ്യണം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഈ NCERT നല്ലോണം കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഏകദേശം എല്ലാം അവിടെ നിന്ന് കവറാവും. പിന്നെ അതല്ലാതെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും കൂടെ, അത് പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് പല എക്സാംസിനും ചോദിക്കുന്ന കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും കൂടെയാണ് ഈ സയൻസ് എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് വരിക. പക്ഷേ സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ. നല്ലോണം പഠിക്കും. ഇപ്പോൾ മോർഫോളജി തന്നെ നമ്മളിപ്പോൾ ജനറലി ഫ്ലവർ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ലീഫ് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, അങ്ങനെയല്ല. ലീഫ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ഏതൊക്കെ ടൈപ്പ് ലീഫുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വീനേഷൻ എങ്ങനെയൊക്കെ വരും, ഫിലോടാക്സി എന്താണ്, ഫിലോടാക്സി ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അതിൻ്റെ എക്സാമ്പിൾസ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കണം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എക്സാമിന് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിക്കണം എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ഏരിയയും കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫ്രീ ക്ലാസ് വരുമ്പോൾ അതെന്തായാലും കയറി കാണണം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഫ്രീ ക്ലാസ് വരുന്ന ദിവസം നമ്മൾ ഷോർട്സോ എന്തെങ്കിലും പോവാം, നേരത്തെ തന്നെ പോവാം. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് കയറി കണ്ടു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് കിട്ടും. മോർഫോളജി ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ബെനഫിഷ്യലായിട്ട് വരുന്ന രീതിയിൽ ആ ക്ലാസ് ഞാൻ എന്തായാലും എടുത്തു തരും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് നോട്ട് എ വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് പ്ലാന്റ്. താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് ഒരു പ്ലാന്റിൻ്റെ വെജിറ്റേറ്റീവ് പാർട്ട് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഫ്രൂട്ട്, ലീഫ്, സ്റ്റെമ്മ്, റൂട്ട്, ഇതിലേതാണ് വെജിറ്റേറ്റീവ് പാർട്ട് അല്ലാത്തത്? അപ്പോൾ പ്ലാന്റ്സിന് മെയിനായിട്ട് 2 പാർട്ടാണ് ഉള്ളത്. ഒന്നാമത്തതാണ് വെജിറ്റേറ്റീവ് പാർട്ട്. ഒന്നാമത്തതാണ് വെജിറ്റേറ്റീവ് പാർട്ട്. രണ്ടാമത്തതാണ് റീപ്രൊഡക്റ്റീവ് പാർട്ട്. ആദ്യത്തേത് വെജിറ്റേറ്റീവ് പാർട്ട്, രണ്ടാമത്തേത് റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ഈ വെജിറ്റേറ്റീവ് പാർട്ടിലും മെയിനായിട്ട് ഇത് നടക്കും. ഏതാ? റീപ്രൊഡക്ഷൻ നടക്കും. പക്ഷെ ഒരു സിംഗിൾ പാരൻ്റ് ആയിരിക്കും ഇൻവോൾവ് ആയിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ഇല എടുത്തിട്ട് നമ്മൾ മാറ്റി നട്ടാലും അത് ഇമ്പോർട്ടൻ്റാണ്. ഇല വെച്ചിട്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്ന ചെടി ഏതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്.
കേട്ടോ. ബ്രയോഫില്ലം കേട്ടോ, നിങ്ങൾ പഠിച്ചു വെക്കണേ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല വെച്ചിട്ട് റീപ്രൊഡക്ഷൻ നടത്തുന്ന ചെടി ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ആൻസർ ബ്രയോഫില്ലമാണ്. ഇതിൻ്റെ മലയാളം പേര് ഇലമുളച്ചി. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ചെടി ഏതാണെന്നറിയാമോ? നമ്മൾ ചെറുതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് കളിക്കുന്നൊരു ചെടി അറിയാമോ? എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കണ്ടു കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണും. നമ്മളിങ്ങനെ ഊതിയിട്ട് ഇതിനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കും. അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ കളിക്കുന്നൊരു ചെടിയുണ്ട്. ആ ചെടിയാണ് ബ്രയോഫില്ലം. അതിൻ്റെ പേര്, മലയാളം പേര് ഇലമുളച്ചി. എന്നാൽ ഇതെങ്ങനെ ഇരിക്കുമെന്ന് അറിയാമോ? ഇതിന് ലീഫ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ലീഫ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ ലീഫിൻ്റെ തുമ്പിയിൽ നിന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികൾ വരും. ലീഫിൻ്റെ തുമ്പിയിൽ നിന്നൊക്കെ ഇങ്ങനെ കുഞ്ഞു ചെടികൾ ഇങ്ങനെ ഫുള്ള് വരും. എന്നിട്ട് ഇതിന് ഈ ഓരോ പോർഷനും പുതിയൊരു ചെടിയാവാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ഇതിന് പറയുന്ന പേരാണ് ബ്രയോഫില്ലം. ലീഫ് വെച്ചിട്ട് റീപ്രൊഡക്ഷൻ നടത്തുന്ന, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടത്തുന്ന ചെടിയാണ് കേട്ടോ. റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്, അത് പഠിക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് വെജിറ്റേറ്റീവ് പാർട്ടും ഉണ്ട്, റീപ്രൊഡക്റ്റീവ് പാർട്ടും ഉണ്ട്. റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മുടെ ഫ്ലവർ ഏത് ടൈപ്പ് സ്റ്റഡിയിലാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻജിയോസ്പേംസ്. പൂക്കളുണ്ടാവുന്ന ചെടി വിഭാഗങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് ആൻജിയോസ്പേംസ്. ബാക്കിയുള്ള ഒരു ചെടികൾക്കും എന്തുണ്ടാവത്തില്ല? പൂക്കൾ ഉണ്ടാവത്തില്ല. അതായത് ഇപ്പം നമുക്കറിയാം ആൽഗയുണ്ട്, അതുപോലെ തന്നെ ബ്രയോഫൈറ്റ് ഉണ്ട്, ടെറിഡോഫൈറ്റ് ഉണ്ട്, ജിംനോസ്പേം ഉണ്ട്, ആൻജിയോസ്പേം ഉണ്ട്. ഇതിൽ ആൻജിയോസ്പേംസിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആൻജിയോസ്പേംസിന് പറയുന്ന പേരാണ് ഫ്ലവറിങ് പ്ലാന്റ്സ്. പൂക്കളുണ്ടാവുന്ന ഏത് ചെടിയും എന്തിന് എക്സാമ്പിളാണ്? ആൻജിയോസ്പേംസിന് എക്സാമ്പിളാണ്. അതെ, ഫ്ലവറിങ് പ്ലാന്റ്സ് ആൻജിയോസ്പേംസിന് എക്സാമ്പിളാണ്. ആരെന്ന് പറയുന്നത്? പൂക്കളുണ്ടാവുന്ന എല്ലാ ചെടികളും. അത് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞത് റീപ്രൊഡക്റ്റീവ് പാർട്ട്, അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിനായിട്ട് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ 2 പാരൻസ് ഇൻവോൾവ് ആവണം. ഇപ്പം ഒരു പൂവാണെങ്കിൽ പൂവ് ഉണ്ട്, പൂമ്പൊടി വേറൊരു ചെടി നിന്ന്, ചില സമയത്ത് അതേ ചെടിയിൽ നിന്ന് തന്നെ വരും, വേറൊരു ചെടിയുടെയും പൂമ്പൊടി അങ്ങോട്ടേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് നടന്നു? അവിടെ റീപ്രൊഡക്ഷൻ നടന്നു. 2 പാരൻസ് ഇൻവോൾവ് ആയി. 2 പാരൻസ് ഇൻവോൾവ് ആയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു ക്ലോണിനെ ഉണ്ടാക്കിയത് ഒരേ ഒരാളുടെ കുട്ടിയാണ് നമ്മൾ ക്ലോൺ എന്ന് വിളിക്കുക. അതായത് എൻ്റെ ഒരു സെല്ലെടുത്തിട്ട്, ഇപ്പോൾ എൻ്റെ ഒരു ചെവിയിൽ ഒരു സെല്ലെടുത്തിട്ട് അതുകൊണ്ട് വേറൊരാളെ ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ക്ലോണിങ് എന്ന് പറയുക. ഈ ക്ലോണിങ് ചെയ്ത് ഉണ്ടാകുന്ന ആൾ എന്നെ പോലെ ഇരിക്കും. മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ അച്ഛനും മോനും ഇരിക്കത്തില്ലേ, 2 പേരും ഒരുപോലെ, അങ്ങനെ ഇരിക്കും. ഓക്കെ, വേരിയേഷൻ വരണമെങ്കിൽ ഞാൻ എൻ്റെ പാരൻസിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ 2 പാരൻസും അവിടെ ഇൻവോൾവ് ആയിരിക്കണം എന്നുള്ളതാണ്. 2 പേര് വേണം. അപ്പം അങ്ങനെയുള്ള റീപ്രൊഡക്ഷൻ എനേബിൾ ചെയ്യുന്ന പാർട്ടാണ് ഫ്ലവർ എന്ന് പറയുന്നത്. ഫ്ലവറിൽ റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷം, അല്ലെങ്കിൽ ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഫ്ലവറിൻ്റെ പാർട്ടായിട്ടുള്ള ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഓവ്യൂൾ സീഡായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രൂട്ട് എന്തിൻ്റെ പോർഷനാണ്? വെജിറ്റേറ്റീവ് പോർഷൻ അല്ല, റീപ്രൊഡക്റ്റീവ് പോർഷനാണ് അല്ലേ? ഫ്രൂട്ടിൻ്റെ അകത്തല്ലേ വിത്തുള്ളത്, വിത്ത് മുളച്ചല്ലേ പുതിയ ചെടി വരുന്നത്. അപ്പോൾ അത് റീപ്രൊഡക്റ്റീവ് പാർട്ടാണ്. ബാക്കി ലീഫും സ്റ്റെമ്മും റൂട്ടും ഒക്കെ വെജിറ്റേറ്റീവ് പാർട്ടാണ്. ക്ലോണുകളാണ് ഇവരുടെയൊക്കെ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു കമ്പ് വെട്ടി ഒരു ചെടി നട്ടാൽ അതുപോലെ തന്നെ ഉണ്ടാവണം എന്നാണ് പറയുക, ക്ലോണാണ്. ബാക്കി ഇവരെല്ലാവരും വെജിറ്റേറ്റീവ് പാർട്ടുകളാണ്. ലീഫും സ്റ്റെമ്മും റൂട്ടും വെജിറ്റേറ്റീവ് പാർട്ടാണ്. ഫ്ലവറും ഫ്രൂട്ടും സീഡൊക്കെ എന്താണ്? റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് കേട്ടോ. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുവാണേ. സോ അടുത്ത ക്വസ്റ്റ്യൻ, എഡിബിൾ പാർട്ട് ഓഫ് ബനാന ഈസ്. ബനാനയുടെ എഡിബിൾ പാർട്ട് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. എഡിബിൾ പാർട്ട് ഓഫ് ബനാന, എഡിബിൾ പാർട്ട് ഓഫ് ബനാന എന്താണ്? പെരികാർപ്പാണോ, എൻഡോകാർപ്പും മീസോകാർപ്പുമാണോ, എപ്പികാർപ്പാണോ, എപ്പികാർപ്പും മീസോകാർപ്പുമാണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുവാണ്. നിങ്ങൾ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. എത്ര ആൾക്കാർ കറക്റ്റായിട്ടുള്ള ആൻസർ പറയുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ ഉറപ്പായിട്ടും ഇതിൻ്റെ ആൻസറും കൂടെ പറയുന്നതായിരിക്കും. അഥവാ ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് ഡയറക്റ്റ്, ഇപ്പോൾ പുതിയ ആപ്പ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഡയറക്റ്റ് ചോദിക്കാൻ പറ്റും.
ലൈക്ക് ടെക്സ്റ്റിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ് വോയിസ് ഓൺ ആക്കിയിട്ട് ചോദിക്കാനും പറ്റും. അപ്പോൾ നിങ്ങളത് ചോദിച്ചാൽ മതി, ഞാൻ അവിടുന്ന് ആൻസർ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ മാക്സിമം നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത സെഷനിൽ കാണാം. അപ്പം മാത്സ് ക്ലാസ്സും അതുപോലെ തന്നെ റീസണിങ് ക്ലാസ്സും ബാക്കി GK ക്ലാസ്സുകളൊക്കെ വരുന്ന ദിവസങ്ങളിലുണ്ടാവും. എല്ലാം കാണുക, നല്ലോണം പഠിക്കുക കേട്ടോ. ഹാപ്പി ലേണിംഗ്, നല്ലോണം പഠിക്കാൻ പറ്റട്ടെ. ഹാവ് എ നൈസ് ടൈം. ബൈ.